നിന്റെ മുഖത്ത് സന്തോഷാണോ സങ്കടമാണോന്ന് ചെറിയമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലല്ലോടാ. സങ്കടമാ ചെറിയമ്മേ. മണിയറയിൽ കഴിയേണ്ട സമയത്ത് ആശുപത്രി കഴിയേണ്ടി വന്ന ആർക്കെങ്കിലും സന്തോഷിക്കാൻ കഴിയോ? എനിക്ക് ഒരു സങ്കടമേ ഉള്ളൂ ചെറിയമ്മേ. പാർവതിയുടെ കൂടെ നിൽക്കേണ്ട സമയത്ത് ചെറിയമ്മ അവളെ തനിച്ചാക്കിയില്ലേ? അവക്ക് വേണ്ടി ഞാൻ കുറെ ഒച്ച വെച്ചു. അവളുടെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ എന്റെ ഈ പ്രതിരോധമൊന്നും വിലപ്പോവില്ല. തോറ്റു പോകുന്നതിന് മുന്നേ പിൻവാങ്ങുന്നതല്ലേ അഭിമാനത്തിന് നല്ലത്. അതാ ഞാൻ ചെയ്തത്. ചെറിയമ്മ എവിടേക്കും പോകരുത് മോനെ. അത് മരിച്ചുപോയ എന്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാ ഞാൻ ചെറിയമ്മയെ കാണുന്നത്. ഞാൻ സ്വന്തം മോനാണെങ്കിൽ ചെറിയമ്മ ഇങ്ങനെ ഇട്ടിട്ട് പോവോ? ഇല്ലല്ലോ. എന്നെ സ്വന്തം മോനായിട്ട് ചെറിയമ്മ കാണുന്നുണ്ടെങ്കിൽ ചെറിയമ്മ ഇവിടുന്ന് പോകുന്നത് ആ വീട്ടിലേക്കായിരിക്കണം. പറ്റില്ലെന്ന് ഇതിപ്പോ മോനോട് ഞാൻ എങ്ങനെ പറയാ? വിപിൻ, ചെറിയമ്മയ്ക്ക് ഒരു ടാക്സി അറേഞ്ച് ചെയ്ത് കൊടുക്ക. ചെറിയമ്മ ഇനി പിണങ്ങി പോവില്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതൊന്നും വേണ്ട. ഞാൻ വന്ന വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം ഭേദമായി മോൻ പെട്ടെന്ന് തിരിച്ചു വരണം. ചെറിയമ്മ മോനെയും കാത്ത് അവിടെ തന്നെ ഉണ്ടാവും. ഏട്ടാ, ഇനി കുറച്ചു നാളത്തേക്ക് കല്യാണ മാമാങ്കമൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം, അല്ലേ? ആഹാ, ഇതെന്താ ബൊക്കെയൊക്കെ ആയിട്ട്? ഇത് ആർക്ക് കൊടുക്കാനാ? അതെന്ത് ചോദ്യാടാ? വിശാലിന് കൊടുക്കാൻ, അല്ലാതെ ആർക്കാ? മോളെ, ഇതിന് നല്ല വിലയായി കാണുമല്ലോ. ഇത് വാങ്ങാനുള്ള പൈസ മോൾക്ക് എവിടെ നിന്ന് കിട്ടി? മോളുടെ കയ്യിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അടുക്കള ജോലിക്ക് വിശാൽ സാർ തരുന്ന ശമ്പളം എന്റെ കയ്യിലിരിക്കല്ലേ. എനിക്ക് പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലല്ലോ. അല്ല, അപകടം പറ്റി ICU കിടക്കുന്ന ഏട്ടന് ഇങ്ങനൊരു ബൊക്ക കൊടുക്കുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് പിന്നെ പിന്നെ ദേ, ഞാൻ പറയാം. ജീവൻ ആപത്തൊന്നും വരാതെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സ്നേഹോപകാരം അല്ലേ മോളെ? നിന്റെ മുഖത്തുള്ള ഈ സന്തോഷത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇങ്ങനെ വേണം മോളെ. സ്വന്തം വ്യക്തിത്വം കളഞ്ഞ് ആരുടെ മുന്നിലും തോറ്റുകൊടുക്കരുത്. അങ്ങനെ തോൽക്കാൻ നിന്നാലേ നമ്മളെ ചവിട്ടി താഴ്ത്താൻ ഒരുപാട് കാലുകൾ ഉയരും. എന്നാ പിന്നെ ഇത് വാടുന്നതിന് മുമ്പ് വിശാലിനോട് കൊടുക്ക പാർവതി. അച്ഛമ്മ
വിശാലിന് അത്യാപത്തൊന്നും സംഭവിക്കാത്തതേ പാർവതിയുടെ മനസ്സിന്റെ പുണ്യം ഒന്നുകൊണ്ട് മാത്രമാ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ അമ്മേ? കണ്ണിലെ കൃഷ്ണമണി പോലെയല്ലേ അവൾ അവനെ സംരക്ഷിക്കുന്നത്. പക്ഷേ അത് കാണാനുള്ള കണ്ണുകൾ നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയി. വിശാൽ സാറ് ഉറങ്ങാണോ? അല്ല, ഓരോന്നിങ്ങനെ ആലോചിച്ച് കിടക്കായിരുന്നു. ലവ്. എന്താ? ലവേ, ലവ്. ലവാ? ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? നീ നിന്റെ പ്രേമം എനിക്ക് തരികയാണെന്നോ അതോ ഹൃദയം എനിക്ക് സമർപ്പിക്കുകയാണെന്നോ? വിശാൽ സാർ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ കയ്യിലെന്താ? ഇതാ, ഇത് പൂവ്. പൂവല്ല, ബൊക്കെ. അതും റോസാപ്പൂവിന്റെ ബൊക്കെ. ഇതിന്റെ ഷേപ്പിന് എന്താ പറയാ? എന്താ പറയാ? ഇങ്ങനൊരു മരക്കഴുത. എടി, ഹാർട്ടിന്റെ ഷേപ്പ് അല്ലേ അത്? എന്ന് പറഞ്ഞ? ഹാർട്ടിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞ ഹൃദയത്തിന്റെ ഷേപ്പ്. അതാണ് ലവിന്റെ സിമ്പൽ. അയ്യേ, അയ്യേ. അതെ, ഇത് സെലക്ട് ചെയ്ത് തന്നതേ ഒരു ചേച്ചിയാ. സെലക്ട് ചെയ്ത ചേച്ചിയോ? ആ, അവർക്ക് നിന്റെ മനസ്സ് മനസ്സിലായിട്ടുണ്ടാവും. അതാ ഇത് തന്നെ നിനക്ക് സെലക്ട് ചെയ്തത്. ഞാൻ എന്ത് വാങ്ങണോന്ന് ആലോചിച്ച് നിൽക്കുന്ന കണ്ടപ്പോ ആ ചേച്ചി എന്നോട് കാര്യം തിരക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വിശാൽ സാറിന് കൊടുക്കാനാണെന്ന്. എന്തായാലും ആ ചേച്ചിക്ക് എന്റെ വക ഒരു താങ്ക്സ്. ലവ് എന്ന് പറഞ്ഞ പ്രേമം. പ്രേമം എന്ന് പറഞ്ഞ എന്താണെന്നറിയോ നിനക്ക്? വിശാൽ സാർ ഇത് എന്തൊക്കെയാ ചോദിക്കുന്നത്? പറയ്. പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? അനുരാഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ? എനിക്കറിയില്ല വിശാൽ സാർ. ആ, അതെ, നീ ഇവിടെ ഇരുന്നേ, ഞാൻ പറഞ്ഞുതരാം. അനുരാഗം എന്ന് പറഞ്ഞ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നില്ലേ? അതിന് അനുരാഗം എന്ന് പറയുക. നിനക്കെപ്പോഴാ അനുരാഗം തോന്നിയതാ? അതായത് എന്നോട് ഇഷ്ടം തോന്നിയത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? ഇങ്ങ് താമത്തശ, അങ്ങനെ പറഞ്ഞ പറ്റില്ല.
2 തവണ വിളമ്പണമെന്നാ ശാസ്ത്രം. അയ്യോ വേണ്ട, മതി, കുറച്ചിട്ടാ മതി. മതി മതി. ഇതോടി. അയ്യോ വേണ്ടാത്തോണ്ടാ, മതി. ഇതുപോലെ വിളമ്പിത്തരാൻ വീട്ടിലാളുണ്ടോ കുട്ടിക്ക്? ഭാര്യ ഉണ്ടോന്നല്ലേ ചോദ്യത്തിന്റെ അർത്ഥം? ഇല്ല. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനൊരു അബദ്ധം എന്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ആൺപാതി പെൺപാതി അർദ്ധനാരീശ്വരൻ എന്നത് നല്ല സങ്കല്പമാണെന്ന് അതിനെക്കുറിച്ച് പഠിച്ചവർക്കേ മനസ്സിലാവൂ. വേണം, ഒരു പെണ്ണൊക്കെ വേണം. നീ ഇഷ്ടപ്പെടുന്നയാൾ നിന്നെയും ഇഷ്ടപ്പെട്ടു തുടങ്ങിയ അതാണ് അനുരാഗം. പാർവതി, ഏയ് പാർവതി, കാര്യം ചോദിച്ചാ സാർ സത്യം പറയോ? എന്ത്? സാറിനിപ്പോ എന്നോടൊരു ഇഷ്ടം തോന്നുന്നുണ്ടോ? രണ്ടുപേരും ചേർന്ന് ഇനി ഒരിക്കലും നമ്മൾ പിരിയില്ലാന്ന് തീരുമാനിക്കുന്നൊരു നിമിഷം ഉണ്ടാവും. ആ നിമിഷം മുതൽ അനുരാഗം പ്രണയാവും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രണയത്തിന്റെ പീക്കിലെത്തിയാൽ അതാണ് പ്രേമം. അവിടെ നീയില്ല, ഞാനില്ല, നമ്മൾ മാത്രം. ഈ ലോകത്തിലെ ഏറ്റവും പരിശുദ്ധമായ, ഏറ്റവും പവിത്രമായ ബന്ധം അത്. ആ ബന്ധത്തിന് ദൈവങ്ങൾ പോലും കാവൽ നിൽക്കുന്ന വിശ്വാസം. അറിയാതെയാണെങ്കിലും നീ എനിക്ക് തന്നത് കുറേ റോസാപ്പൂക്കളല്ലേ? കുറേയേറെ അർത്ഥങ്ങളുള്ള, ദൈവങ്ങൾ പോലും കാവൽ നിൽക്കുന്ന പവിത്രമായ ബന്ധത്തിന്റെ ചിഹ്നമായത്. ഇത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നു.
വിശാലിന്റെ കാര്യം എന്തായി കാണും? ജാസ്മിൻ, വിശാലിന് എങ്ങനെയുണ്ട്? ആ, ചത്തിട്ടില്ല. എന്തിനാ നിനക്ക് ഇത്ര ദേഷ്യം? അവൻ ചത്തിട്ടില്ലല്ലോ എന്ന് ഓർത്താണോ? അവൻ ചത്തിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം പണിപ്പെട്ടതൊക്കെ വേസ്റ്റ് ആയനെ. അവൻ ജീവനോടെ ഇരിക്കുന്നത് തന്നെയാ നമുക്ക് വേണ്ടത്. വിശാല് ചാകാത്തതില് എനിക്ക് സന്തോഷമുള്ളൂ ഏട്ടാ. വിശാല് നാടകം കളിച്ചതാണെങ്കിൽ നമുക്ക് എവിടെയോ പിഴച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. അത് തിരുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയൂ. അതിനുള്ള വിത്ത് ഞാൻ വിശാലിന്റെ മനസ്സിലിട്ടിട്ടുണ്ട്. അയാൾക്കിപ്പോ എന്നോട് സിമ്പതി തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. പാർവതിയോ? ആ, ഹോസ്പിറ്റലിലുണ്ട്. വിശാലിന്റെ മനസ്സിൽ നിന്ന് അവളെ എളുപ്പത്തിൽ പറിച്ചു മാറ്റാന്ന് അങ്കിളും ആന്റിയും വിശ്വസിച്ചു. അവരുടെ ആത്മവിശ്വാസം കണ്ടപ്പോ ഞാനും അങ്ങനെ വിശ്വസിച്ചു. അവിടെയാ എല്ലാവർക്കും പിഴവ് പറ്റിയത്. പാർവതിയെ വിശാലിന്റെ കൺവെട്ടത്തു നിന്ന് അകറ്റിയിട്ട് വേണം അടുത്ത കളി തുടങ്ങാൻ. അവര് കേൾക്കാൻ വേണ്ടി എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കേ വേഗം. നമ്മളത് ചെയ്യാൻ പാടില്ല ജാസ്മിൻ. നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞാൻ സമ്മതിക്കില്ല. ആന്റി നമ്മളോട് എത്ര സ്നേഹത്തോടെ പെരുമാറുന്നത്. ഈ കുടുംബത്തിന് ദോഷം വരുന്നതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. എന്താ ജതിൻ? ആന്റി, പാർവതിയുടെ പേരിൽ കേസ് കൊടുക്കാൻ ഈ ഏട്ടൻ സമ്മതിക്കുന്നില്ല. ഏട്ടനല്ല, ഇനി ആര് തടഞ്ഞാലും അവളുടെ പേരിൽ ഞാൻ കേസ് കൊടുത്തിരിക്കും. അതിന്റെ പേരില് ഏട്ടൻ എന്നോട് പിണങ്ങിയാലും എനിക്കതൊരു പ്രശ്നമല്ല. വിവാഹം മുടങ്ങിയതേ നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തോണ്ടല്ലേ? അതിന് പാർവതിയുടെ പേരിൽ കേസ് കൊടുക്കുന്ന എന്തിനാ? അവള് ജ്യൂസിൽ വിഷം ചേർത്തിട്ട് എന്റെ ഏട്ടനെ കുറ്റക്കാരനാക്കാൻ നോക്കിയില്ലേ? അതിനു മുമ്പ് വിശാലിന്റെ റൂമിൽ ഞാൻ കൊണ്ടുവയ്ക്കുന്ന പൂക്കളിൽ വിഷം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ അവൾ ശ്രമിച്ചില്ലേ? അന്നേട്ടൻ സാമ്പിൾ ഫ്ലവേഴ്സ് കൊണ്ടുവന്നപ്പോ അതിലും വിഷം ഉണ്ടെന്ന് പറഞ്ഞ് അത് മുഴുവൻ അവള് വലിച്ചെറിഞ്ഞില്ലേ? എന്നെ ഏട്ടനെ കുറ്റക്കാരാക്കാനേ അവൾ ശ്രമം തുടങ്ങിയിട്ട് കുറേയായി. ആ ഒറ്റ കാരണം കൊണ്ടാ എന്റെ വിവാഹം മുടങ്ങിയത്. അതിന് ഞാൻ അവളെ കൊണ്ട് അനുഭവിപ്പിച്ചിരിക്കും. കിടക്കട്ടെ ജയിലില്. ഓ അങ്ങനെ. അങ്ങാടിയിലെ തോറ്റേനെ അമ്മയുടെ നെഞ്ചത്തെന്ന് പറയുന്നത് ഇതിനല്ലേ അമ്മേ? വിശാൽ ബ്രോയുടെ അടുത്ത് നിൽക്കാൻ പോലും നിങ്ങൾ ആരും അവളെ അനുവദിച്ചില്ല. വെറും ഒരു കാഴ്ചക്കാരിയായി മാറി നിൽക്കുമായിരുന്നു അവള്. എന്നിട്ടും വിവാഹം മുടങ്ങിയതിന്റെ കുറ്റം മൊത്തം അവളുടെ തലയിൽ. ആരും ഇല്ലാത്തവളല്ലേ, അതുകൊണ്ട് എന്തു ആവാന്നാണെങ്കിലേ നടക്കില്ല ജാസ്മിൻ. അവളുടെ കൂടെയും ഞാനുണ്ടാവും. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളുമായി ഇവര് പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയൂടി? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നേ ഞാൻ ഇവക്ക് നന്നായിട്ട് മനസ്സിലാക്കി കൊടുത്തോളാം.